അല്ല, അപ്പൊ ഈ എഫേർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു വീഡിയോ എടുക്കാനായിട്ട് ആരാണ് സഹായിക്കുന്നതും ഒരു വീഡിയോ എടുക്കാൻ എത്ര നേരം എടുക്കും? ഇപ്പൊ 1 മിനിറ്റ് 30 സെക്കൻഡിന് ഒരു വീഡിയോ എടുക്കാൻ എത്ര നേരം എടുക്കും? ഞാൻ ഇപ്പൊ ഒരു ജയിലർ ചെയ്തേ, അത് രാവിലെ 3 പാർട്ട് ചെയ്തില്ലേ ജയിലർ? അത് ഒറ്റ പാട്ടാണ് ഇട്ടത്. 3 മിനിറ്റ് 1 സെക്കൻഡ് അങ്ങാണ്ട വീഡിയോ ആണ്. അതിനകത്ത് ആദ്യം ഇട്ടപ്പോഴത്തേന് റീച്ച് കയറിയിട്ടില്ല, രണ്ടാമത് മുറിച്ചിട്ടപ്പോഴത്തേന് റീച്ച് കയറിയത്. ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഏകദേശം രാവിലെ തുടങ്ങിയ ഷൂട്ട് ഉച്ചയ്ക്കാണ് തീർന്നത്. അതിനകത്ത് ക്യാറ്റുണ്ട്, ആടുണ്ട്, അങ്ങനെ അടുത്ത് കുറെ സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് അതിനിടയ്ക്ക് കോസ്റ്റ്യൂംസ്, അതിനകത്ത് പോലീസ് വേഷമൊന്നും കിട്ടില്ല. അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഓട്ടോ ഓടിക്കുന്ന ഒരാളുടെ ഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ പിന്നെ അതിനൊരു സെറ്റപ്പ് ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോസ് ഒക്കെ സെറ്റ് ചെയ്തത്. പിന്നെ ഇപ്പൊ വീട് എൻ്റെ സ്റ്റുഡിയോ ആയി മാറി. അത് എൻ്റെ വീടാണ്, റൂമാണ്, സ്റ്റുഡിയോ ഇപ്പൊ മൊത്തം. ഈ എയർ ആംബുലൻസിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ, പൂച്ച ഇങ്ങനെ ഭയങ്കര അപകടാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു, പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ചീറിപ്പോയി. അപ്പൊ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെയുള്ള ആ ഒരു കുലുക്കവും പിന്നെ ഒരു ബക്കറ്റിന്റെ അടപ്പാന്ന് തോന്നുന്നല്ലേ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ പൂച്ച ഉറങ്ങിയപ്പോഴാണോ അതെടുത്തത് ആ വീഡിയോ? അത് പൂച്ച, നമ്മള് കുഞ്ഞൊരു പൂച്ചയാണ്, അത് ചെറിയൊരു പൂച്ചയാണ്. അപ്പൊ അത് അന്ന് രാവിലെ തന്നെ പോയി ഒരു കൂട്ടുകാരനെ പോയി പൂച്ച എടുത്തിട്ടുണ്ടെന്ന് അതിൽ ഒരു കുപ്പി പാല് കൊടുത്തു. അത് കുടിച്ച് അന്നേരം ഉറങ്ങി. അത് ഉറങ്ങുന്ന ടൈമിൽ അത് എടുത്ത് വീഡിയോ കംപ്ലീറ്റ് ചെയ്തു. അത് ആ ഒരു കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇടിച്ചു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല, ആ വീഡിയോ പോയി. അങ്ങനെയാണ്. പിന്നെ ഉറങ്ങുന്നവരെ കാത്തിരിക്കണം. പിന്നെ നമ്മൾ ഉറങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം അതിന് നമ്മൾ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റും, നമുക്ക് അതിന് ഇഞ്ചക്ഷൻ, നമ്മൾ ഡോക്ടറും തന്നെ. അതുകൊണ്ട് പിന്നെ അപ്പൊ അവരൊക്കെ സഹകരിക്കുന്നുണ്ട്. ഈ പൂച്ചയും ആടും ഒക്കെ എങ്ങനെ ഇത്രയധികം സഹകരിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു അത്ഭുതമായിരുന്നു.